ഹലോ ഗേസ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ജെമിനി VO3 ഒരു മാസത്തെ പ്ലാൻ എടുക്കാമെന്നും എങ്ങനെ അതിൽ മലയാളം AI വീഡിയോസ് ഉണ്ടാക്കാമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ആ വീഡിയോ 70K കഴിഞ്ഞിരിക്കുന്നു. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ള AI വീഡിയോസ് വേണമെങ്കിൽ അമൽവി മ്യൂസിക്കിൽ മെസ്സേജ് അയക്കുക. സംഭവം പറഞ്ഞു തന്നാൽ മതി, ഞാൻ സെറ്റാക്കി തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആ വീഡിയോ ഞാൻ ഉണ്ടാക്കിയ ടൈമിൽ കണ്ടവർക്കറിയാം നമ്മൾ VPN ഉപയോഗിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ വട്ടം അത് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അത് 1 മാസത്തേക്കല്ല, 12 മാസത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതെങ്ങനെ എടുക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ആക്കി ഇടുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. ഹലോ ഗേസ്, നിങ്ങൾ ഇതിനായിട്ട് ആദ്യമായിട്ട് സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ VO3 എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് വരുന്നൊരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ട്രൈ VEO എന്ന് കിടക്കുന്നതാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ നോക്കാൻ നേരം അപ്ഗ്രേഡ് എന്ന് കാണുന്നതായിരിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ കുറേ 2 പ്ലാൻ കാണുന്നതായിരിക്കും, പക്ഷേ അവിടെ ഒന്നുമല്ല. നേരെ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് താഴോട്ട് നോക്കാൻ കാണാം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനായിട്ട് 1 വർഷത്തേക്ക് നിങ്ങൾക്കൊരു ജെമിനി പ്ലാൻ കിട്ടുന്നതായിരിക്കും. അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ചെക്ക് യുവർ എലിജിബിലിറ്റിയിൽ പോവുക. അപ്പോൾ അതിവിടെ വെരിഫൈ എലിജിബിലിറ്റി, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനൊരു പേജ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ കോളേജിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക, അത് ഇതിലുണ്ടോ നോക്കുക. നിങ്ങളുടെ കോളേജിൻ്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഇവിടെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ID കാർഡിലുള്ള പോലെ തന്നെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ഇവിടെ നേരെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കേണ്ടതാണ്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ ID എല്ലാം കൊടുത്തു കഴിയുമ്പോൾ താണ്ട് ഇവിടെ നിങ്ങൾക്ക് വെരിഫൈ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് എന്ന് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ താണ്ട് അടുത്തൊരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ID കാർഡിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ ആഡ് ഡോക്യുമെൻ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പേജ് വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ID കാർഡിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതിവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ 20 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ വന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ID കാർഡിൻ്റെ ഫോട്ടോ ക്രോപ്പ് ചെയ്തിട്ടല്ലായിരുന്നു ഇട്ടത്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് ക്രോപ്പ് ചെയ്ത് ID കാർഡിൻ്റെ ഫോട്ടോ ഇടുക, അപ്പോൾ നിങ്ങൾക്ക് സെറ്റാവുന്നതായിരിക്കും. അടുത്ത് ഞാൻ കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്തൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് സെറ്റാവുന്നതായിരിക്കും. അപ്പോൾ ഒരു 20 സെക്കൻഡ് എന്ന് കാണിച്ചത്, പക്ഷേ അതിന് മുന്നേ നിങ്ങൾക്ക് റെഡി ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതേ ഇവിടെ നമുക്ക് വെരിഫൈ ആയി കിട്ടിയിരിക്കുന്നു. അതേ ഇവിടെ നമുക്ക് 1 വർഷത്തേക്ക് നമ്മുടെ AI പ്ലാൻ കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കത് കൊടുക്കാം, ഗെറ്റ് കൊടുക്കാം. ഇവിടെ നേരെ വരുമ്പോൾ ഗെറ്റ് സ്റ്റുഡൻറ്റ് ഓഫർ എന്ന് കിടക്കുന്ന കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിവിടെ നിങ്ങൾക്ക് UPI കാണാവുന്നതാണ്. നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ കൊടുത്തു കഴിഞ്ഞ് ഓട്ടോ പേ ഓഫാക്കാൻ മറക്കരുത്. നമ്മൾ ഓട്ടോ പേ എങ്ങനെ ഓഫാക്കേണ്ടതെന്ന് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഓഫാക്കുക. അപ്പോൾ ഓക്കെ, ബൈ.